നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം. നേട്ടങ്ങളുടെ പെരുമഴയുമായി മിഥുനം. ഭാഗ്യം നിഴൽ പോലെ ഏറെ നക്ഷത്രക്കാർക്ക്. സമ്പൂർണ്ണ മാസഫലം. മിഥുനം 1 മുതൽ 32 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് പറയുന്നത്. ഇതിന്റെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം. അശ്വതി. ഉദ്യോഗ ലക്ഷ്യം വെച്ചുള്ള പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയസാധ്യത കാണുന്നു. തൊഴിൽ രംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണ ശ്രമങ്ങൾ വിജയിക്കും. വാഹനം വാങ്ങാനുള്ള അവസരങ്ങൾ സംജാതമാകും. വിവാഹം, വിദേശയാത്ര പരിപാടികൾ ഇവ സാധൂകരിക്കപ്പെടും. ഭരണി. സാമാന്യേന ഗുണാനുഭവസിദ്ധി ഉണ്ടാകും. തന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. തർക്കത്തിൽ കിടന്ന സ്വത്തുവകകൾ തീർപ്പായി വരും. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും ഉജ്ജ്വല വിജയ സാധ്യതകൾ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനായി അപേക്ഷിച്ചിരിക്കുന്ന ലോൺ അനുവദിച്ചു കിട്ടും. കാർത്തിക. സാമ്പത്തിക രംഗത്ത് സമ്മിശ്രാവസ്ഥ കാണും. കുടുംബ അംഗങ്ങളുമായി കൂടിച്ചേരാൻ ഇടവരികയോ അവരോടൊത്ത് യാത്രകൾ ചെയ്യേണ്ടതായോ വന്നേക്കാം. സന്താനങ്ങളെ കൊണ്ട് ഉന്നതി ഉണ്ടാകും. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കും. ആരോഗ്യ ശ്രദ്ധ പ്രത്യേകം വേണം. രോഹിണി. അലച്ചിൽ വർദ്ധിക്കും. ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കൃത്യനിർവഹണ വീഴ്ച വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ്. അലർജി, ആസ്മ, അസ്ഥിരോഗങ്ങൾ ഉള്ളവർ നല്ല ശ്രദ്ധ വേണം. ആരുമായും കലഹത്തിന് പോകരുത്. വാസ്ദോഷം വരാതെ നോക്കുക. മഖൈര. ജോലിഭാരം കൂടും. മേലുദ്യോഗസ്ഥരുമായി കലഹം വരാൻ നോക്കുക. ചെലവുകൾ അധികരിക്കും. പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. പരീക്ഷകളിൽ കഠിനാധ്വാനം വേണ്ടതായി കാണുന്നു. തടസ്സങ്ങൾ വരാതിരിക്കാൻ നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്യുക. അസുഖങ്ങൾ അവഗണിക്കാതിരിക്കുക. തിരുവാതിര. കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ദീർഘയാത്രകൾ കഴിവതും കുറയ്ക്കുക. സുപ്രധാന കാര്യങ്ങളിൽ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക. വന്നു ചേരേണ്ട ധനാഗമനത്തിന് അല്പം കാലതാമസങ്ങൾ അനുഭവപ്പെടാം. പരിസരവാസികളുമായി വാക്കുതർക്കം വരാതെ നോക്കുക. ഉണർദം. അശ്രദ്ധ പാടില്ല. ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കണം. തൊഴിൽ രംഗത്ത് ചില വിഷമതകൾ അനുഭവപ്പെടും. എന്നാൽ ദൈവാധീനത്താൽ കൂടുതൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. പൂയം. ഇടവിട്ട് ക്ലേശങ്ങളോ ദുരിതങ്ങളോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സാമ്പത്തിക ഭദ്രതയും കുടുംബ അഭിവൃദ്ധിയും കാണുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായി കഠിനാധ്വാനം ചെയ്യണം. ഗൃഹനിർമ്മാണം നടക്കും. വാക്കുദോഷം വരാതെ നോക്കണം. ആയില്യം. ബന്ധുജനങ്ങളുമായോ കൂട്ടുകാരുമായോ പിണങ്ങാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. ക്ഷമാശീലത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉപകരിക്കും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. ചില നിഗൂഢ ശാസ്ത്രങ്ങളിൽ മനസ്സ് വ്യാപരിക്കും. മകം. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ജനസമ്മതി നേടാനും കഴിയും. പിതൃസ്വത്തുകൾ കൈവരും. ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനുമുള്ള അവസരങ്ങൾ കൈവരും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. തടഞ്ഞു വെച്ചിരുന്ന പ്രമോഷനോ നിയമന ഉത്തരവുകളോ വീണ്ടും ലഭിക്കാനിടയുണ്ട്. പൂരം. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. ഭൂമി ലാഭം, വാഹന ലാഭം ഇവ പ്രതീക്ഷിച്ചേക്കാം. ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസ നേട്ടം കൈവരിക്കാൻ സാധിക്കും. കർമ്മരംഗത്തും നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ നിന്നും പല നേട്ടങ്ങളും കൈവരും. ഉത്രം. ആരോഗ്യ സംരക്ഷണത്തിനായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കും. മറന്നു കിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അത്തം. മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. മഹത് വ്യക്തികളുമായി വിജ്ഞാനപ്രദമായ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടാകും. കരാറുകാർക്ക് കിട്ടാനുള്ള ധനം ലഭിക്കും. പുതിയ കരാറുകൾ വന്നു ചേരുകയും ചെയ്യും. ചിത്തിര. സന്താനങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ചില യാത്രകൾ വേണ്ടതായി വരും. കുടുംബ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. കേസുകളുടെ കാലതാമസങ്ങൾ
അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. ചോതി വളരെ നാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കും. ശത്രുക്കൾ വർദ്ധിക്കും. ബന്ധുക്കളുമായോ പരിസരവാസികളുമായോ കലഹം വരാതെ നോക്കുക. യാത്രകൾ കഴിവതും കുറയ്ക്കുക. സർക്കാർ ആനുകൂല്യം വർദ്ധിക്കും. ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തികളെ സന്ദർശിക്കാൻ സാധിക്കും. വിശാഖം എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ കൈകാര്യം ചെയ്യുക. ദുഷിച്ച കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളും വർജിക്കുക. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. അശ്രദ്ധ കൊണ്ട് പണവും ആഭരണവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അനിഴം ഔദ്യോഗിക രംഗത്ത് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കും. അലർജി രോഗികൾ വളരെ ശ്രദ്ധിക്കുക. സംസാരത്തിൽ വളരെയധികം ശ്രദ്ധയും സൗമ്യതയും ശീലിക്കേണ്ടതായുണ്ട്. മുറിവ് ചതവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കുക. തൃക്കേട്ട എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ചു ചെയ്യുക. പ്രവർത്തികളിൽ നിന്നും പിന്മാറണം. സഹപ്രവർത്തകരുമായി ധന്യതയിൽ വർത്തിക്കണം. കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം. വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. മൂലം സന്താനങ്ങൾക്ക് പണം ചെലവാക്കേണ്ടതായി വന്നേക്കും. മാനസിക സംഘർഷം കുറയ്ക്കാൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമയം കണ്ടെത്തണം. വരവിൽ കവിഞ്ഞ ചെലവുണ്ടാവും. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം. പൂരാടം അനാവശ്യ ചിന്തകൾ മനസ്സിനെ വ്യാകുലപ്പെടുത്തും. ചില ദുഷ്പേരുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ജോലിയിൽ വിരസത വരാതെ നോക്കുക. കുടുംബത്തിലോ സഹപ്രവർത്തകരുടെയിലോ തർക്കമുണ്ടായാൽ നിക്ഷേപപക്ഷ മനോഭാവം സ്വീകരിക്കുകയാണ് നല്ലത്. ഉത്രാടം മേലധികാരികളുമായുള്ള നല്ല ബന്ധം പലവിധ ഉയർച്ചകൾക്കും കാരണമാകും. ചില വാക്കുതർക്കങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവാതെ നോക്കുക. ആഡംബരം ഒഴിവാക്കണം. പുണ്യ തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ടാകുമെങ്കിലും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കൃഷിക്കാർക്ക് പുരോഗതി ഉണ്ടാകും. തിരുവോണം കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷകരവുമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം പുരോഗമിക്കാം. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കാം. തീർത്ഥാടനത്തിലും ക്ഷേത്രകാര്യങ്ങളിലും മനസ്സ് വ്യാപരിക്കും. മക്കൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ശോഭനമായ ഭാവി കാണുന്നു. അവിട്ടം സാമ്പത്തിക ഇടപാടുകൾ തർക്കം കാരണം നീളാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കുചേരും. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥത വഹിക്കുന്നതും ഒഴിവാക്കുക. ചതയം ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിന് ഇടയുണ്ട്. അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകും. കുടുംബത്തിൽ മംഗളകർമ്മത്തിനായുള്ള യോഗമുണ്ട്. ദൈവാധീനത്താൽ പല നല്ല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വസ്തുസംബന്ധമായി ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഊരുരുട്ടാതി സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ധനം ചെലവ് ചെയ്യേണ്ടി വരും. എടുത്തുചാടി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവിധ നേട്ടങ്ങൾക്കുമായി മനസ്സ് നിയന്ത്രിക്കുന്നതും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നതും ഉത്തമമായിരിക്കും. കുടുംബങ്ങളിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ ശ്രമിക്കുക. ഉത്രട്ടാതി ഉദ്യോഗത്തിൽ ഉത്തരവാദിത്വം കൂടും. പല കാര്യങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് ചെയ്യുന്ന പ്രവണത അപകടത്തിലാക്കും. വരവിൽ കവിഞ്ഞ ചെലവുണ്ടാകും. പണം കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കാൻ സാധ്യത കാണുന്നതിനാൽ നല്ല ശ്രദ്ധ വേണം. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കുക. രേവതി മടിയും അലസതയും ഒഴിവാക്കുക. ധനമിടപാടിലും പ്രവർത്തന മേഖലയിലും സൂക്ഷ്മമായ ഇടപെടലുകൾ വേണം. ചില അപരിചിത വ്യക്തികൾ വഴി കുടുംബ കലഹത്തിന് സാധ്യതയുണ്ട്. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം. അലസത വെടിയണം. ആരോഗ്യകാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.